ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ അടുത്തിടെ ഞാൻ പർച്ചേസ് ചെയ്ത ഒരു മൈക്കാണിത്. അതായത് AKG P120 എന്ന ഒരു മൈക്കാണിത്. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയോട് കൂടി വരുന്ന നല്ലൊരു മൈക്കാണിത്. അതിനാൽ തന്നെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്കാണിത്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് ആദ്യമായി ഇവിടെ ഒരു വാറണ്ടി കാർഡ് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബ്രൗഷർ, അതുപോലെ കുറച്ച് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, ഇതിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാൻ സാധിക്കുക ഈ ഒരു മൈക്ക്, അതുപോലെ ഇത് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ എല്ലാമാണ്. അപ്പോൾ നമുക്ക് ഈ മൈക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണുന്ന ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. വളരെ നല്ല ക്വാളിറ്റിയോട് കൂടിയും അത്യാവശ്യം നല്ല വെയിറ്റോട് കൂടിയുമാണ് ഈ ഒരു മൈക്രോഫോൺ വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് 1-2 സ്വിച്ച് എല്ലാം വരുന്നുണ്ട്. അതായത് ബേസ് കട്ട് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ പാഡ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് -20 dB വരെ എല്ലാം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഒരു XLR മൈക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു XLR കേബിൾ എല്ലാം നമ്മൾ അഡീഷണലായി പർച്ചേസ് ചെയ്യണം. അതായത് XLR മെയിൽ ടു ഫീമെയിൽ കണക്ടർ ഇത് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നിരിക്കുന്ന ഈ ഒരു അഡാപ്റ്റർ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് നോക്കാം. ഇപ്രകാരത്തിലാണ് ഈ ഒരു അഡാപ്റ്റർ വന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. ഇപ്രകാരം ഈ ഒരു സ്റ്റാൻഡിൽ ഇത് ടൈറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് നമ്മുടെ മൈക്ക് സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നമ്മൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. ഇത്രയും ചെയ്താൽ നമുക്ക് ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു മൈക്ക് ഇത് എങ്ങനെയാണ് മൈക്ക് സ്റ്റാൻഡിൽ കണക്ട് ചെയ്യുന്നത്, അതുപോലെ ഈ ഒരു മൈക്കിൽ നിന്നും എത്രത്തോളം ക്വാളിറ്റിയുള്ള സൗണ്ട് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്, അതുപോലെ ഈ ഒരു മൈക്ക് ഇത് ഓഡിയോ ഇന്റർഫേസുമായി എങ്ങനെയാണ് കണക്ട് ചെയ്യുക, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയണമെങ്കിൽ ഇതിനായി ഞാനൊരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതിനാൽ തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്